പറയണോ പറയണേ എന്ന് കുറേ ആലോചിച്ചിട്ടാണ് കേട്ടോ പറയണേ. കാരണം കുറച്ച് വൃത്തികേടാണ്, അതുകൊണ്ടാണ്. ചിലപ്പോൾ ഞാനിത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും കേട്ടോ. വേറെ ഒന്നല്ല, കേരള ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ പിന്നാലാണല്ലേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഇനി ഈ വൈറലായതുകൊണ്ട് വൈറൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞാനൊരു ലേഡി എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാനാണ്. അതൊക്കെ പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യണതും ചെയ്യേണ്ടാത്തതൊക്കെ ഓരോരുത്തർ ചോയ്സാണ്. ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്, ചോയ്സാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ബോയ്സൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വൈഫിനില്ലാത്ത എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും വേറെ ലേഡീസിനില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് തീരും. ഞാനൊരു ലേഡി ആയതുകൊണ്ടാണ് കേട്ടോ ഈ പറയണത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുക. നിങ്ങൾ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ കൊടുത്തിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ ഈ ബോയ്സിൻ്റെ അടുത്ത് പറയാനുള്ള അത്രേ ഉള്ളൂ പറയാനുള്ളത്. നിങ്ങൾ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് പണിയെടുക്കുന്ന ആ ക്യാഷ് കൊണ്ട് നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയും വാപ്പയും അനുഭവിക്കേണ്ട ഈ ക്യാഷ് മറ്റുള്ള ലേഡീസിന് ഇതുപോലെ സബ്സ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തിനാണ് ഞാനിത് ചെയ്യണമെന്നുള്ളതൊന്ന് ആലോചിക്കുക. വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചാൽ വൈഫ് നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ എല്ലാം ചെയ്തു തരും. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, പല പോസ്റ്റിങ്ങിലും പല ലേഡീസിനും ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് അതൊക്കെ ചെയ്യാൻ ലേഡീസിന് കഴിയും, നിങ്ങളുടെ വൈഫിനെ കൊണ്ട് കഴിയും, എല്ലാവരെ കൊണ്ട് കഴിയും. ലേഡീസല്ലേ കഴിയും. ഞാനൊരു ലേഡിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ലേഡീസിനെ കൊണ്ട് എല്ലാം കഴിയും, അവരെ പോലെ എല്ലാതും കാണിച്ചു നടക്കാനും എല്ലാത്തിനും കഴിയും. പക്ഷെ കുറച്ച് ആൾക്കാരത് പ്രൈവറ്റ് ആക്കും, കുറച്ച് ആൾക്കാരത് പബ്ലിക് ആക്കും. ഈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു നടക്കേണ്ട കാര്യമല്ല. അത് മനസ്സിലാക്കണവരെന്ത് ചെയ്യും, അത് പ്രൈവറ്റ് പാർട്സ് പ്രൈവറ്റ് ആയിട്ട് തന്നെ കൊണ്ടെടുക്കും, അല്ലാത്തൊരു പബ്ലിക് ആക്കും. അങ്ങനെ നടക്കണത് അവരുടെ ചോയ്സാണെന്ന് പലരും പറയും. ചോയ്സാണ്, ഓക്കെ, ചോയ്സാണ്, അതങ്ങനെ നടക്കട്ടെ, അത് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഈ സത്യം പറയുകയാണെങ്കിൽ എന്നെയൊക്കെ സംബന്ധിച്ച്, ഞാൻ ഇപ്പോൾ ഒരു ലേഡിയാണ്, അതുകൊണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഒരു എനിക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെൻ്റലി ഡൗൺ ആവും. സത്യമായിട്ടും ഞാൻ മെൻ്റലി ഡൗൺ ആവും. എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സത്യമായിട്ട് എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ എന്തിനും പിന്നെ ഈ വൈഫൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വൈഫൊക്കെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുക, വൈഫിനോട് പറയാം, നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷെ ഇങ്ങനെ ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറയാം ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ് കേട്ടോ. സത്യമായിട്ടും ഇപ്പം ഇനിയിപ്പോൾ ഇത് പറയും അസൂയാണെന്ന്. എന്തിനാ അസൂയ? എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാം, നമുക്കിതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ അസൂയാന്ന് പറയുന്നത്. ഇപ്പം കുറച്ച് മുന്നേ ഇതേപോലെ ഇപ്പം ഒരു DJ സാന എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ കമൻറ്റ് ഇട്ടു, പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്ന സംഗതി പ്രൈവറ്റായിട്ട് കൊണ്ടു നടക്കാനുള്ളതാണ്. ഇതേപോലെ പബ്ലിക്കായിട്ട് കൊണ്ടു നടന്നാൽ എന്ത് ചെയ്യും, ചിലപ്പം കമൻസ് വരും, ചിലപ്പം നെഗറ്റീവ് കമൻസ് കൂടുതൽ വരും. അപ്പോൾ ഒരു പെണ്ണ് പറയുന്നത് വന്നിട്ട് ഒരു പെണ്ണ് പറയാം. അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഓക്കെ. അപ്പോൾ ഒരു പെണ്ണ് പറയാം, ഞാൻ 4-ാം നൂറ്റാണ്ടെന്ന് വന്നിട്ടില്ല, എന്തിന് പ്രൈവറ്റ് പാർട്സ് കാണിക്കാൻ ഞാൻ 4-ാം നൂറ്റാണ്ടെന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് പാർട്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ 4-ാം നൂറ്റാണ്ടെന്ന് പോരൊന്നും വേണ്ട. ഈ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത് എന്തിനാ, പ്രൈവറ്റായിട്ട് കൊണ്ടുനടക്കാണെന്നാണ് പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പബ്ലിക്കാക്കിയാണ്ട് ഇങ്ങനെ കൊണ്ടുനടക്കണം. ഇനിയിപ്പോൾ നാളെ ബോയ്സ്, ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കും, നാളെ ബോയ്സ് ഇതേപോലെ ഓരോ പ്രൈവറ്റ് പാർട്സ് പബ്ലിക്കാക്കി കൊണ്ടുവരണം, നിങ്ങൾ അംഗീകരിക്കുമോ? ഇപ്പം തന്നെ ഒരു ലേഡി ഒരു കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂല് ഈ ബോയ്സ് എന്തോ പ്രൈവറ്റ് പാർട്സ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. നിങ്ങൾക്ക് കാണിക്കാന്നുണ്ടെങ്കിൽ എന്താ ബോയ്സിന് കാണിച്ചൂടെ? അപ്പം എന്ത് ചെയ്യുക? അപ്പം മാക്സിമം അത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സബ്സ്ക്രിപ്ഷനാണ്. അല്ലാതെ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ തുറന്ന് ഒരുപാട് ആൾക്കാർ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യും. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച ഒരു പെണ്ണ്, നിങ്ങളുടെ വൈഫ് അത് കാണുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലി ഡൗൺ ആവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ബോയ് ആണ് ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ വൈഫ് അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ?
ഇഷ്ടപ്പെടുമോ? ഇല്ല, ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം. നിങ്ങളുടെ തയ്ച്ചുണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ ഫാമിലിക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ കണ്ട പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ.